ഹലോ മച്ചാന്മാരെ, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ വീട് കണ്ടോ, ഈ വീടിൻ്റെ ടോപ്പ് റൂഫിങ്ങും സെറാമിക്കിൻ്റെ വർക്കെല്ലാം നമ്മൾ ചെയ്തതാണ്. അപ്പം അത് കഴിഞ്ഞിട്ട് ഇനി ബാക്കിൽ ഒരു സ്റ്റെയർ കേസും ആ ഏരിയയിൽ കുറച്ച് ഷീറ്റ് ഇടാനുള്ള പരിപാടിയാണ് നമ്മൾ ചെയ്യാൻ പ്രാവശ്യം വന്നിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ സ്റ്റെപ്പാക്കാനുള്ള പരിപാടി ആണ് ചെയ്തിട്ടുള്ളത്. സ്റ്റെയർ അടിക്കാൻ തുടങ്ങുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നെ റൂഫിങ്ങിൻ്റെ പരിപാടിയും ആലോചിക്കുന്നുണ്ട്. ഈ വീടിൻ്റെ ബാക്ക് സൈഡിൽ ഫുള്ളായിട്ട് 12 അടി ഷീറ്റാണ് ഇടുന്നത്. അപ്പം സ്റ്റെയർ വരുന്നതിൻ്റെ നോക്കിയിട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പം സ്റ്റെയറിന് പണിയും കൂടി നടത്തിനാലേ ഷീറ്റ് ആദ്യം തന്നെ ഷീറ്റ് മൊത്തം ഇട്ട് കഴിഞ്ഞാൽ റെഡി ആവില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്റ്റെയർ 2 ലാൻഡിങ് അടിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടി ആദ്യം തന്നെ ലാൻഡിങ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. സെറ്റ് ചെയ്തിട്ട് അവിടെ നിന്ന് മേലോട്ട് സ്റ്റെയർ അടിച്ചു. പിന്നെ ഒരു സൈഡിലോട്ട് നേരെ താഴോട്ടാണ് സ്റ്റെയർ അടിക്കുന്നത്. സ്റ്റെപ്പിൻ്റെ അളവ് ഏകദേശം സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ ഷീറ്റ് ഇടാനുള്ള പണിയും ഒരു സൈഡിൽ നിന്ന് തുടങ്ങി. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മൾ തൂണെല്ലാം വെക്കാനുള്ള പരിപാടിയാണ് പ്ലാൻ ചെയ്യുന്നത്. സൈഡിൽ നിന്ന് കുഴിയെല്ലാം കുത്തി തൂണെല്ലാം വെച്ച് റെഡിയാക്കുവാണ്. കഴിയുമ്പം BM ഫുൾ നീളമുണ്ട്. ഏകദേശം ഒരു 10-18 മീറ്റർ നീളത്തിൽ ഷീറ്റ് ഇടാനുണ്ട്. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഫ്രണ്ട് വശത്ത് ഫുള്ള് റൂഫിംഗ് ഒക്കെ ചെയ്തുകൊണ്ട്, ടോപ്പ് റൂഫിംഗ് ഒക്കെ ചെയ്തുകൊണ്ട് രാവിലെ ഒരു 10 മണി വരെ നല്ല വെയിലാണ്. അത് കഴിഞ്ഞാൽ പിന്നെ തണലാവും. രാവിലെ ഒരു 7 മണി തൊട്ടേ വെയിൽ തുടങ്ങും ഇവിടെ. അപ്പം രാവിലെ നല്ല വെയിലാണ്. കുറച്ച് കഴിയുമ്പോഴത്തേക്കും തണൽ വരും. പിന്നെ മഴയുടെ പ്രശ്നമുണ്ട്. ഉച്ചയാകുമ്പോൾ മഴ പെയ്യുന്നുണ്ട്. ഇപ്പം രണ്ടും കൂടിയുള്ള പരിപാടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തൂണെല്ലാം നാട്ടി നമ്മൾ ബീമെല്ലാം കയറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ കഴുക്കോലിൻ്റെ പണി നടക്കുന്നുണ്ട്. കഴുക്കോലിനെല്ലാം നമ്മൾ 2.5 പൈപ്പാണ് യൂസ് ചെയ്തിരിക്കുന്നത്. 12 അടി ഷീറ്റല്ലേ ഇല്ലു. ഉത്തരമായിട്ട് നമ്മൾ 3-1 പൈപ്പും തൂണ് 2.5 പൈപ്പും 2 റൗണ്ട് GIയുടെ പൈപ്പുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ സ്റ്റെയറിൻ്റെ ഭാഗത്ത് ലേശം പൊക്കി ഇടാനുമുണ്ട്. അപ്പോൾ അതിൻ്റെ പ്ലാൻ ചെയ്തിട്ട് ബാക്കി ഇപ്പുറത്തെ ഭാഗത്തോട്ട് ഏകദേശം പട്ടികയിലടിച്ച് റെഡിയാക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. പട്ടികയുടെ പരിപാടി ഏകദേശം നടക്കുന്നുണ്ട്. പട്ടികയായിട്ട് നമ്മൾ 1-1 പൈപ്പാണ് യൂസ് ചെയ്യുന്നത്. എല്ലാം 16 പൈപ്പ് തന്നെയാണ് നമ്മൾ സെറ്റ് ചെയ്തെടുക്കുന്നത്. പട്ടികയുടെ പണി ഏകദേശം തീരാനായിട്ടുണ്ട്. പിന്നെ പാത്തിയുടെ പണിയുണ്ട്. പാത്തി നമ്മൾ 8 ഇഞ്ചിൻ്റെ സ്ക്വയർ പാത്തിയാണ് യൂസ് ചെയ്യുന്നത്. കാരണം മേലെ നിന്നുള്ള വെള്ളം കൂടി ഇതിലോട്ട് സെറ്റ് ചെയ്യുന്നുണ്ട്. ടോപ്പ് റൂഫ് ചെയ്തതിൻ്റെ വെള്ളം കൂടി ഇതിലോട്ട് ഇറങ്ങും. അപ്പം 6 ഇഞ്ച് പാത്തി വെച്ച് കഴിഞ്ഞാൽ ആ വെള്ളം മൊത്തം കൊള്ളാനുള്ള സാധ്യത കുറവാണ്. അതുകൊണ്ട് 8 ഇഞ്ചിൻ്റെ പാത്തി തന്നെയാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. പട്ടികയുടെ പണി കഴിഞ്ഞ് പിന്നെ ക്ലാമ്പിൻ്റെ പണി ഏകദേശം തീരാനായിട്ടുണ്ട്. ക്ലാമ്പ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം 2 സൈഡിലോട്ടും ഡ്രോപ്പ് വെക്കുന്നില്ല. 2 ഏകദേശം നടുഭാഗത്തായിട്ടും പിന്നെ ഒരു സൈഡിലോട്ടും ആണ് ഡ്രോപ്പ് സെറ്റ് ചെയ്തിരിക്കുന്നത്. കാരണം ഒരു സൈഡ് അടുക്കളയുടെ സൈഡിലോട്ട് നമ്മൾ പരമാവധി ഒഴിവാക്കിയിട്ട് അപ്പുറത്തെ സൈഡിലോട്ടാണ് വെള്ളമെല്ലാം പോകാനുള്ള സെറ്റപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ പിന്നെ പാത്തി വെച്ചിട്ട് ഷീറ്റ് ഇടലാണ് അടുത്ത പണി. പാത്തി വെക്കലാണ് ഇനി ചെയ്യേണ്ടത്. പാത്തി നമ്മൾ അക്വാസ്റ്റാറിൻ്റെ വൈറ്റ് പാത്തിയാണ് യൂസ് ചെയ്യുന്നത്. വൈറ്റ് പാത്തിയായിരിക്കും കൂടുതൽ വെയിലിനെ പ്രതിരോധിക്കുന്ന പാത്തി. വൈറ്റ് കളറായിരിക്കും കൂടുതൽ. അതുകൊണ്ട് വൈറ്റാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം പാത്തി ഫിറ്റാക്കി ഏകദേശം തീർന്നിട്ടുണ്ട്. തീർന്നിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പാത്തി ഒരു സൈഡിൽ നിന്ന്, കാരണം അവിടെ ലേശം കട്ടിങ്ങായിട്ട് ഹൈറ്റിൽ ലേശം ഷീറ്റ് ഇടണം. പിന്നെ സ്റ്റെയറിൻ്റെ ഭാഗത്ത് ഹൈറ്റ് കിട്ടില്ല, തലയടിക്കുന്നതുകൊണ്ട്. അപ്പം സ്റ്റെയറിൻ്റെ ഷീറ്റ് ഇടാനുള്ള കഴുക്കോൽ 2 സൈഡിൽ സെറ്റ് ചെയ്യുന്നുണ്ട്. അതിൽ ആകെ 2 ഷീറ്റ് ഇടുന്നുണ്ട്. അത് ലേശം ചെരിവ് കൂട്ടിയിട്ട് ലേശം ഹൈറ്റിൽ സെറ്റ് ചെയ്യുന്നത്. അത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ തവണ നമ്മൾ യൂസ് ചെയ്ത ഷീറ്റ് ഇടാൻ യൂസ് ചെയ്തതിൻ്റെ കഴുക്കോൽ നീമുണ്ട്. അതിൻ്റെ അതിലോട്ടാണ് നമ്മൾ നാടുന്ന കഴുക്കോൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഈസി ആയിട്ട് കയറി പോകുന്നുണ്ട്. പിന്നെ അതിന് അവിടെ 2 ഷീറ്റ് ഇടുന്നുള്ളൂ. അത് ഏകദേശം ഒരു 16 അടിയുടെ 2 ഷീറ്റ് സെറ്റ് ചെയ്തിട്ട് റെഡിയാക്കുകയാണ്. അതിൻ്റെ ഏകദേശം പട്ടികയിലടിച്ച് തീരാനായിട്ടുണ്ട്. അപ്പം അത് കഴിയുമ്പോൾ പിന്നെ പ്രൈമർ മൊത്തം ആദ്യം നമ്മൾ പെയിൻറ്റിൽ പ്രൈമറെല്ലാം ഫുൾ അടിച്ചിട്ടാണ് കയറ്റിനി. ഇനി ഫുള്ള് വെൽഡ് ചെയ്തെടുത്തെല്ലാം പ്രൈമറെല്ലാം ടച്ച് ചെയ്യാനുണ്ട്. അതിൻ്റെ പണിയും കൂടി കഴിഞ്ഞിട്ട് നമ്മൾ ഷീറ്റ് ഇടാൻ തുടങ്ങുള്ളൂ. വെൽഡ് ചെയ്തെടുത്താണ് മെയിനായിട്ട് ആദ്യം തുരുമ്പ് കയറും. അപ്പം വെൽഡ് ചെയ്തെടുത്ത് ടച്ച് ചെയ്യാനുള്ളതാണ് മെയിൻ പണി. അത് ചെയ്തില്ലെങ്കിൽ പിന്നെ പെയിൻ്റ് അടിച്ചത് കൊണ്ടുള്ള ഗുണമൊന്നും ഉണ്ടാവില്ല. കാരണം ആദ്യം തുരുമ്പ് കയറുക. അപ്പോൾ ഏകദേശം അതിൻ്റെ പണിയെല്ലാം ഏകദേശം
ആയിട്ടുണ്ട്. ഇപ്പോൾ ഷീറ്റ് ഇടാനുണ്ട്. ഷീറ്റ് ഇടാൻ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ സ്റ്റെയറിൻ്റെ പണി നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുണ്ടായിട്ടില്ല. ലാസ്റ്റത്തെ ലാൻഡിങ് പിന്നെ കൈവരി ഒന്നും ചെയ്തിട്ടുണ്ടായിട്ടില്ല. ഇപ്പോൾ സ്റ്റാർട്ടിങ് ചെയ്തിട്ടുണ്ടായില്ല. കാരണം നമ്മൾ അളവ് കിട്ടാൻ വേണ്ടിയിട്ട് മേലെ നിന്ന് അടിച്ച് തുടങ്ങും ഇതിന്. അതിൻ്റെ പണി രണ്ടും കൂടി ഒന്നിച്ച് ചെയ്യുകയാണ് ചെയ്യുന്നുണ്ട്. കൈവരി വെക്കാൻ വേണ്ടി നമ്മൾ 1.25 പൈപ്പ് 3 ലൈൻ ആയിട്ട് ഓടിക്കുകയാണ് ഉണ്ടായിരുന്നു. പിന്നെ ടോപ്പിൽ 1.5 പൈപ്പ് വെക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഏകദേശം എൻ്റെ എല്ലാം പണി ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മളിനി കോൺക്രീറ്റ് ചെയ്യാനുണ്ട്. തൂണ് കോൺക്രീറ്റിൻ്റെ പണി എല്ലാം ഏകദേശം തീർക്കാനുള്ള ഫിനിഷിങ് ഘട്ടത്തിലേക്ക് എൻ്റെ പണി എത്തിക്കൊണ്ടിരിക്കുകയാണ്. കോൺക്രീറ്റിങ്, പെയിൻറ്റിങ്, റൂഫിങ്, സ്റ്റെയറിൻ്റെ കൈവരി എല്ലാം, ഗ്രൈൻഡിങ് എല്ലാം ഏകദേശം തീർന്നിട്ടുണ്ട്. അപ്പോൾ സ്റ്റെയറിൻ്റെ ഷീറ്റ് അടിക്കൽ കയറെല്ലാം കെട്ടിയിട്ടാണ് അടിക്കേണ്ടത്. കാരണം ചെരിവുള്ളതുകൊണ്ട് ഇച്ചിരി സേഫ്റ്റി ഇഷ്യൂ ഉള്ള സ്ഥലമാണ്. അപ്പോൾ അല്ലടിച്ചു. പിന്നെ മേലെ നിന്ന് വരുന്ന വെള്ളം നേരിട്ട് വീഴാതിരിക്കാൻ വേണ്ടി പൈപ്പെല്ലാം സെറ്റ് ചെയ്തു. അപ്പോൾ ഇതാണ് കംപ്ലീറ്റ് വർക്ക് ചെയ്തതിന് തീർന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വർക്ക് ഞങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ ഇഷ്ടമായി കഴിഞ്ഞാൽ ഇതുപോലുള്ള വർക്കിന് വേണ്ടി നമ്മൾ കോൺടാക്റ്റ് ചെയ്യുക. നമ്മൾ കണ്ണൂർ ജില്ലയിലാണ്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഇതിൻ്റെ ടോപ്പ് പ്രൂഫ് ചെയ്തതിൻ്റെ സെറാമിക്കും ബാക്ക് സൈഡ് ഷീറ്റും ചെയ്തതിൻ്റെ ഫുൾ വീഡിയോ നേരത്തെ നമ്മൾ ചാനലിലിട്ടിട്ടുണ്ട്. അതും കൂടി ഒന്ന് കയറി കാണാൻ ശ്രമിക്കുക. അതിൻ്റെ ഫുൾ വീഡിയോ നേരത്തെ നമ്മൾ ചെയ്തതാണ്. ആ വീഡിയോയുടെ ലിങ്കും കൂടി ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അതും കൂടി ഒന്ന് കാണാൻ ശ്രമിക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് രേഖപ്പെടുത്തുക.